ഹായ്, ഗുഡ് ഈവനിങ്. ഇന്ന് മെയ് 5 ആണ്. മാർക്കറ്റ് ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് നാളത്തെ വ്യൂ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. എന്തായിരിക്കും നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും നടക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അപ്പം ഞാൻ ഇവിടെ ചാർട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നിഫ്റ്റീൻ്റെ ചാർട്ടാണ്, 1 hour ചാർട്ടാണ്. നോക്കുന്ന സമയത്ത് പ്രോപ്പർ ഈ ഒരു ഏരിയയിൽ സപ്പോർട്ട് എടുക്കുന്ന രീതിയിലാണ് കാണുന്നത്. ഓൾമോസ്റ്റ് 23,800 റേഞ്ചിലും അതേപോലെ ഇവിടെ 24,300 അല്ലെങ്കിൽ 320 റേഞ്ചിലും ഒരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്നത്. കുറച്ചും കൂടെ ഒരു 1 hour ടൈം ഫ്രെയിമിൽ നമുക്ക് കുറച്ചും കൂടെ ചെറിയ ടൈം ഫ്രെയിം നോക്കിയിട്ട് വരാം എന്താണ് മാർക്കറ്റ് ഇന്ന് ബിഹേവ് ചെയ്തത്. ഇന്ന് ഓൾമോസ്റ്റ് മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഡൗണിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. ഒരു 60 to 70 പോയിന്റ്സ് ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്തു. ഒരു 12 o'clock വരെ ഫോൾ ആയിരുന്നു. ഓൾമോസ്റ്റ് ഒരു 150 പോയിന്റ്സിൻ്റെ ഫോള്. അത് കഴിഞ്ഞ് പെട്ടെന്ന് ഒരു വി ഷേപ്പ് റിക്കവറി രീതിയിൽ മാർക്കറ്റ് ഫോം ചെയ്തു. അവിടെ നിന്ന് പിന്നെ കൺസോളിഡേഷൻ ആണ് കണ്ടത്. ഇന്ന് മാർക്കറ്റ് എക്സ്പയറി ആണ്. ഓക്കെ, മെയ് മന്തിലെ ഫസ്റ്റ് എക്സ്പയറി. അപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ കറൻ്റ്ലി നമുക്കിവിടെ ഒരു റെസിസ്റ്റൻസ് കാണാൻ പറ്റുന്നുണ്ട്. 24,150 റേഞ്ചിലെ ഒരു റെസിസ്റ്റൻസ്. അതേപോലെ ഇന്നത്തെ ലോ ഒരു നാളത്തേക്ക് നമുക്ക് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, കറൻ്റ്ലി ഇന്ന് മാർക്കറ്റ് ഗ്യാപ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്തു. കുറച്ച് താഴോട്ട് പോയെങ്കിലും നല്ല സ്ട്രോങ് ആയിട്ടാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്യുക. അതും ഓപ്പൺ ചെയ്ത ഇടത്ത് തന്നെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്യുക. കുറച്ചും കൂടെ ഒരു ന്യൂട്രൽ ബേസിലുള്ള ബയാസാണ് കാണുന്നത്. അപ്പം എന്തുകൊണ്ടും നാളെ ഒരു ബുള്ളിഷ് മൊമെൻറ്റം കാണാനുള്ള ചാൻസസ് ഉണ്ട്. ഈ ഒരു ഏരിയയിലേക്ക് 24,150 റേഞ്ചിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള ചാൻസസ് കാണുന്നുണ്ട്. അതേപോലെ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ഒന്ന് നോക്കിയിട്ട് വരാം. ബാങ്ക് നിഫ്റ്റിയിലേക്ക് പോകുന്ന സമയത്ത് 5 minute ടൈം ഫ്രെയിമാണ്. 5 minute ടൈം ഫ്രെയിമിൽ ഇന്ന് മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ ആയിട്ടും ഓൾമോസ്റ്റ് നിഫ്റ്റീനെ പോലെ തന്നെ ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്തു. ഇന്ന് ലോ ക്രിയേറ്റ് ചെയ്തു. അത് കഴിഞ്ഞൊരു വി ഷേപ്പുള്ള റിക്കവറിയാണ്. പെട്ടെന്നുള്ള ഒരു റിക്കവറി വന്നു. കുറച്ചും കൂടെ ഒരു നിഫ്റ്റീനെ കാട്ടി കുറച്ചും കൂടെ ഒന്ന് വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തത്. ബട്ട് ഇന്നത്തെ ലോ ബ്രേക്ക് ചെയ്തിട്ടില്ല. ബട്ട് ഓൾമോസ്റ്റ് ഒരു ന്യൂട്രൽ ബേസിലാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പം നോക്കുവാണെങ്കിൽ ഇന്നത്തെ ലോ ഒരു ക്രൂഷ്യൽ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. കുറച്ചും കൂടെ ഒരു 1 hour ടൈം ഫ്രെയിമിൽ നോക്കി നോക്കാം. അപ്പം കുറച്ചും കൂടെ ഇന്ന് നോക്കുവാണെങ്കിൽ ഇന്നത്തെ സപ്പോർട്ടാണ് ഏറ്റവും ലോ ആയിട്ട്. പ്രീവിയസ്ലി നോക്കുന്ന ഒരു 5 days നോക്കുവാണെങ്കിൽ ഇന്നാണ് അതിൻ്റെ ഏറ്റവും ലോ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ കറൻ്റ്ലി ഒരു സപ്പോർട്ട് റേഞ്ച് ആണത്. ഓക്കെ, പ്രീവിയസ്ലി ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്തിട്ടുണ്ട്. ഒരു പൊളാരിറ്റി സോൺ എന്ന് തന്നെ പറയാം. നമുക്കൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാം. പക്ഷേ ഇതുപോലെ ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ, ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ലെവൽ വരെ, ഓക്കെ, 52,800 റേഞ്ച് വരെ മാർക്കറ്റ് ബാങ്ക് നിഫ്റ്റിക്ക് മൂവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതല്ല ഇവിടെ നിന്ന് സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ നിയർ ബൈ ഉള്ള റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 55,620 റേഞ്ചാണ്. ഓക്കെ, അത് കഴിഞ്ഞ് ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 56,500 400 ആ റേഞ്ചാണ് ബാങ്ക് നിഫ്റ്റി. പിന്നെ നമുക്ക് OI കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ ഇത് നല്ല രീതിയിലുള്ള പുട്ട് OI ബിൽഡപ്പ് നടത്തുന്നുണ്ട്. അതുകൊണ്ടാണ് മാർക്കറ്റ് ഒരു ഷാർപ്പ് റിക്കവറി ഇന്ന് നടന്നിരിക്കുന്നത്. അപ്പം 24,000 OI ബിൽഡപ്പ് പുട്ട് സൈഡുള്ള ബിൽഡപ്പ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഒരു സപ്പോർട്ടായിട്ട് 24,000 ആക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ 24,050 എന്നൊരു കോൾ സൈഡുള്ള ബിൽഡപ്പ് നടന്നു. ബട്ട് ഇത് ഇന്ന് എക്സ്പയറി ആയതുകൊണ്ട് ഇത് ഓൾമോസ്റ്റ് ഇന്ന് എക്സ്പയർ ആയപ്പോൾ ഈ ബിൽഡപ്സ് ഒക്കെ നമുക്ക് നെക്സ്റ്റ് വീക്കിലുള്ള ബിൽഡപ്സ് ഒന്ന് നോക്കിയിട്ട് വരാം. നെക്സ്റ്റ് വീക്കിലുള്ള ബിൽഡപ്സ് നോക്കുവാണെങ്കിൽ 24,000 പുട്ട് OI ഏറ്റവും കൂടുതൽ പുട്ട് OIs അത് തന്നെയാണുള്ളത്. പിന്നെ അത് കഴിഞ്ഞുള്ളത് 23,850 ആണ്. അത് കഴിഞ്ഞ് 23,450. ഓക്കെ, അപ്പം കോൾ സൈഡ് ആണെങ്കിൽ 24,000 ആണ് ഏറ്റവും കൂടുതൽ കോൾ സൈഡ് ബിൽഡപ്പും. അത് കഴിഞ്ഞ് 24,500 റേഞ്ചിൽ. അപ്പം കറൻ്റ്ലി നോക്കുന്ന സമയത്ത് ഒരു സപ്പോർട്ട് മാർക്കറ്റിൽ കാണുന്നുണ്ട്. അപ്പം നാളെ മാർക്കറ്റിൽ ഇനിയും ബിൽഡപ്സ് നടക്കാനുള്ള ചാൻസ് ഉണ്ട്. എക്സ്പയറി ആയതുകൊണ്ട് തന്നെ ഫ്രഷ് പൊസിഷൻസ് ഒക്കെ നാളെ ആയിരിക്കും ബിൽഡ് ചെയ്യാം. ഓക്കെ, അപ്പം സൂക്ഷിച്ച് ട്രേഡ് ചെയ്യുക. ഒരു ചെറിയൊരു ബയാസ് ബുള്ളിഷിലേക്ക് കാണുന്നുണ്ട്. ബട്ട് ഇവൻ ബാങ്ക് നിഫ്റ്റി ഒന്ന് ഈ ഒരു ലെവലൊക്കെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ബെയറിഷ് ബയാസിലേക്ക് ബാങ്ക് നിഫ്റ്റി വരാനുള്ള ചാൻസസ് ഉണ്ട്.
അപ്പം ഒരു ന്യൂട്രൽ ആൻഡ് ബുള്ളിഷ് ബയാസ് ആണ് എനിക്ക് പറയാനുള്ളത്. അപ്പം പ്രോപ്പറായ റിസ്ക് എല്ലാം മാനേജ് ചെയ്തുകൊണ്ട് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.